ലോകത്ത് ദൈവമുണ്ട് എന്ന് പറയാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല. ലോകത്ത് ദൈവമുണ്ടെന്ന് പറയാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല. അതുപോലെ തന്നെ ലോകത്ത് ഒരു പ്രവാചകനെയും, ലോകത്ത് വന്ന മിക്കവാറും എല്ലാ പ്രവാചകന്മാരെയും ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളെയും നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടും ചെയ്തത് നാസ്തികരല്ല, ഈ രണ്ടും ചെയ്തത് ദൈവനിഷേധികളല്ല. ലോകത്ത് പ്രവാചകന്മാരെ നിഷേധിച്ചതും ലോകത്തെ പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദവാക്യങ്ങളെ നിരാകരിച്ചതും നാസ്തികരല്ല, ദൈവനിഷേധികളല്ല, യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല, ഒന്നാന്തരം ദൈവവിശ്വാസികളാണ്. ഒന്നാന്തരം ദൈവവിശ്വാസികളാണ് പ്രവാചകന്മാരെ നിഷേധിച്ചത്. ഒന്നാന്തരം ദൈവവിശ്വാസികളാണ് വേദഗ്രന്ഥങ്ങളെ നിഷേധിച്ചത്. എന്തുകൊണ്ടായിരിക്കണം അവർ നിഷേധിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവിൽ സമൂഹത്തിന് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം ദൈവം എന്ന് പറയുന്നത് ആരാധിക്കാനുള്ള ഒരു ഉരുപ്പടിയാണ് എന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള ആളുകളുടെ സങ്കല്പം അതാണ്. സാമ്പ്രദായിക സമൂഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. ദൈവം ആരാധിക്കാനുള്ള ഉരുപ്പടിയാണ്. എന്തിനാണ് ആരാധന? ഒന്നാമത് തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലൂടെ, ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ, ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിടുന്നതിലൂടെ തൻ്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം. മറ്റൊന്ന്, തൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ തനിക്ക് എവിടെ വച്ചും ആപത്ത് പിണഞ്ഞു പോകരുത്. ഈ രണ്ടിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്. അതിനപ്പുറം എന്നെ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ ദൈനംദിന ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന ഒരു കൺസെപ്റ്റ് പൊതുവിൽ മതവിശ്വാസികളുടെ ജീവിതത്തിലില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? തങ്ങൾക്ക് തോന്നിയ വസ്തുക്കളെല്ലാം ഇവർ ദൈവങ്ങളായി പ്രഖ്യാപിച്ചു. ഒരു സമയത്ത് ഒരു ദൈവത്തെ സങ്കല്പിക്കും, വേറൊരു സമയത്ത് മറ്റൊരു ദൈവത്തെ സങ്കല്പിക്കും. ദൈവത്തെ തീരുമാനിക്കുന്നത് പോലും തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായി. ഈ സമയത്താണ് പ്രവാചകന്മാർ അവരുടെ കൂട്ടത്തിലേക്ക് വരുന്നത്. ലോകത്തെല്ലായിടത്തും അവർ വന്നിട്ട് അവരോട് എന്താണ് പറയുന്നത്? ഞങ്ങൾ ഒരു പ്രത്യേക ദൈവത്തെ അവതരിപ്പിക്കാം, ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നല്ല. അങ്ങനെ ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാർ ആരും വന്നത് ഒരു മതത്തിൻ്റെ വാക്താവായിട്ടല്ല. പ്രവാചകന്മാർ വന്നതെല്ലാം ദൈവത്തിൻ്റെ വാക്താവായിട്ടാണ്. ദൈവത്തിൻ്റെ വാക്താക്കളായിട്ടാണ് പ്രവാചകന്മാർ വന്നത്. അവർ വന്നിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ ദൈവത്തെ അവതരിപ്പിക്കാൻ പോവുകയാണ്, ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നല്ല അവരോട് പറഞ്ഞത്. മറിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ച, രാപ്പകലുകൾ മാറി മാറി വരുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളെയും ഞങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിനെ മാത്രമേ നിങ്ങൾ ഇലാഹായി സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതാണ് പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞത്. കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുണ്ട്. പ്രവാചകന്മാർ ഇത് പറഞ്ഞതുകൊണ്ടാണ് ലോകത്തെല്ലാ പ്രവാചകന്മാരും കടന്നു ചെന്ന സമൂഹത്തിലെ ജനങ്ങൾ പ്രകോപിതരാകാനുള്ള കാരണം. ഈ പ്രവാചകന്മാർ പറയുന്ന ഈ കാര്യം എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു എന്ന് അല്ലാഹ് തന്നെ പറയുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. ഇതാണ് പ്രവാചകന്മാർ പറഞ്ഞത്. എല്ലാ ഉമ്മത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞത് ഒരേ ഒരു ഇലാഹിന് മാത്രമേ വിധേയപ്പെടാൻ പാടുള്ളൂ എന്നാണ്. ഇവിടെ മുഖ്യമായി രണ്ട് കാര്യങ്ങളാണ്. ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രവാചകൻ പറഞ്ഞതിൽ ഒരു കാര്യം, നിങ്ങളെയും ഞങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതവർ അംഗീകരിച്ചാൽ, അവരുടെ എത്രയോ തലമുറകൾക്ക് മുമ്പ് അവരുടെ കാരണവന്മാർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയ ദൈവസങ്കല്പങ്ങളുണ്ട്. ഈ ദൈവസങ്കല്പങ്ങളെയെല്ലാം അവർ നിരാകരിക്കേണ്ടി വരും. അവർ അപ്പം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളടക്കം അവരുടെ പൂർവികർ ഓരോ സന്ദർഭത്തിൽ ഉണ്ടാക്കിയെടുത്ത അവർക്ക് തോന്നിയതുപോലെ അതുകൂടി ചേർത്താണ് അല്ലാഹ് അറായിത്ത മനിത്തഹദ ഇലാഹു ഹവാഹു എന്ന് പറഞ്ഞത്. ഇച്ഛയെ ഇലാഹാക്കിയവർ ഇന്നൊരു ദൈവത്തെ ആരാധിക്കും, നാളെ തോന്നും അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് വേറൊരു ദൈവം, ആ ദൈവത്തെ ആരാധിക്കും. അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് ഈ വിഗ്രഹം, അതുകൊണ്ട് ഇതിനെ ആരാധിക്കും. അങ്ങനെ സ്വന്തം താല്പര്യം അനുസരിച്ച് ദൈവങ്ങളെ ഉണ്ടാക്കിയെടുക്കുക, അതുകൂടി ആ ആയത്തിന്റെ പരിധിക്കകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഉണ്ടാക്കിയെടുത്ത ദൈവങ്ങളെയെല്ലാം
ഇവർക്ക് നിരാകരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ അതിനേക്കാളേറെ അവർക്ക് താങ്ങാൻ കഴിയാത്ത കാര്യമാണ് രണ്ടാമത്തെ കാര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രമേ നിങ്ങൾ ജീവിതത്തിൻ്റെ ശരിതെറ്റുകളും ന്യായാന്യായതകളും തീരുമാനിക്കാൻ പാടുള്ളൂ. ഇതാണ് പ്രവാചകന്മാർ അവരോട് പറഞ്ഞ ഈ ഇലാഹിൻ്റെ ആ സങ്കല്പത്തിനകത്ത് ചേർന്ന വളരെ സ്ഫോടനാത്മകമായ ഒരു കാര്യം. നിങ്ങൾ ജീവിതത്തിൻ്റെ ശരിയേത് തെറ്റേത്, നന്മയേത് തിന്മയേത്, അതുപോലെ തന്നെ ന്യായമേത് അന്യായമേത് എന്ന് തീരുമാനിക്കേണ്ടത് ആ ദൈവം പറയുന്നതനുസരിച്ചാണ്, അല്ല നിങ്ങൾക്ക് തോന്നുന്നതനുസരിച്ചല്ല. ഇത് അത്യന്തം സ്ഫോടനാത്മകമായ പ്രവാചകന്മാരുടെ ദൈവസങ്കല്പത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ്. എൻ്റെ ഹുത്തുബ കേട്ടുകൊണ്ടിരിക്കുന്ന, ഹുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ഹുത്തുബ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അടക്കം എല്ലാവർക്കും പ്രശ്നം ഇത് തന്നെയാണ്. എല്ലാവർക്കും പ്രശ്നം ഇത് തന്നെയാണ്. അല്ലാഹു അല്ല ആരാധിക്കുന്ന പ്രശ്നമല്ല ഇത്. ഇത് ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ ഇവർ നിഷേധിച്ചത്. ഇവർ ദൈവത്തെ നിഷേധിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ആളുകൾ ദൈവത്തെ നിഷേധിച്ചിട്ടില്ല, പ്രവാചകന്മാരെയാണ് നിഷേധിച്ചത്. പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദവാക്യങ്ങളെയാണ് നിഷേധിച്ചത്. ആ സമയത്ത് അവർക്ക് ദൈവത്തെ നിഷേധിക്കേണ്ടതുണ്ടായിരുന്നില്ല. കാരണം അവർ ദൈവവിശ്വാസികളാണ് നേരത്തെ മുതൽ. ആ ദൈവവിശ്വാസത്തിൽ എവിടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവസങ്കല്പം അവർ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഈ പ്രവാചകന്മാർ വന്നപ്പോഴാണ് പറയുന്നത് ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതും ആ ദൈവം തന്നെയാണെന്ന്. ആരാധിക്കപ്പെടേണ്ടത് മാത്രമല്ല ദൈവം, ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതും ആ ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ പ്രകോപിതരായത്. നമ്മളും പ്രകോപിതരാകുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ടി വരുമ്പോഴാണ് നമുക്കും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത്. അതല്ലാതെ കേവലം ആരാധിക്കപ്പെടുന്ന ഒരു ദൈവസങ്കല്പം ആരെങ്കിലും അവതരിപ്പിച്ചു എന്ന് വിചാരിച്ച് ആർക്കും അസ്വസ്ഥത ഉണ്ടാകേണ്ടതില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ നിഷേധിക്കേണ്ടി വരും. അന്ന് പ്രവാചകനെ നിഷേധിക്കാൻ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് നിഷേധിക്കാൻ ഒരു പ്രവാചകൻ തൊട്ട് മുമ്പിലില്ല. അതുകൊണ്ട് അവരെന്ത് പറയുന്നു? ദൈവം തന്നെ ഇല്ല, ദൈവം തന്നെ ഇല്ല എന്നവർ പ്രഖ്യാപിക്കുകയാണ്. ആ ദൈവനിഷേധത്തിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയാണ്. അഥവാ ദൈവനിഷേധത്തിൻ്റെ പുറകിലുള്ളത് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ. അത് ലൈംഗികമാകാം, അത് സാമ്പത്തികമാകാം, അത് മറ്റെന്തെങ്കിലുമാകാം. ആ താല്പര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു ദൈവസങ്കല്പം, ആ ദൈവസങ്കല്പത്തെ ഉൾക്കൊള്ളാനാണ് ചരിത്രത്തിൽ എക്കാലത്തും പ്രശ്നമുണ്ടായിട്ടുള്ളത്. ആ ദൈവസങ്കല്പം തടയണ തീർക്കുമ്പോഴാണ്, ലൈംഗികതയ്ക്ക് തടയണ തീർക്കുമ്പോഴാണ്, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് തടയണ തീർക്കുമ്പോഴാണ് ആ ദൈവം എനിക്ക് വേണ്ട എന്ന് പറയേണ്ടി വരുന്നത്.